മധുര ജല്ലിക്കെട്ട് ഗ്രാമമാണ്. ആ മധുരയിലെ ഉൾനാട്ടിലുള്ള ഒരു ഗ്രാമത്തിൽ ഒരു ബുൾ ലേഡിയുണ്ട്. സെൽവറാണി എന്നാണ് പേര്. ഇതേ ഈ പ്രകൃതി മനോഹരമായ പാടത്തിൻ്റെ നടുക്കാണ് സെൽവറാണി ഉള്ളത്. സെൽവറാണിക്ക് കുറച്ച് മാടുകളുണ്ട്. അത് ജല്ലിക്കെട്ടിന് പോകും, സമ്മാനം അടിക്കുകയും ചെയ്യും. എന്താണ് സെൽവറാണിയെ വ്യത്യസ്തയാക്കെന്നറിയണ്ടേ? നോക്കാം. $50 സെന്റ് സ്ഥലത്ത് ഈ ചെറിയ തൊഴുത്താണ് സെൽവറാണിയുടെ വാസഗൃഹം. എന്താണ് സമ്പാദ്യമെന്ന് ചോദിച്ചാൽ ഈ 3 ജല്ലിക്കെട്ട് മാടുകൾ. കാങ്കേയൻ, തൊട്ടച്ചി, പിന്നെ രാമുവും ചേർന്നതാണ് സെൽവറാണിയുടെ ജീവിതം. ഈ കഷ്ടപ്പാടിൽ കഴിയാതെ മാടിനെ വിറ്റ് വീട് പണിത് കഴിഞ്ഞൂടെന്ന് ചോദിച്ചാൽ സെൽവറാണി പറയും, മാട് നൽകിയ പെരുമ അതാണ് വലുത്. கூட்டுக்கு அது வந்து எங்களோட கூட பிறந்த உடன்பிறப்பு மாதிரி இருக்கு. பசின்னு சாப்பிடவே இல்லை. நான் சாப்பாடு சாப்பிட்டு 3 நாள் ஆச்சு. காப்பி குடித்தேன். மாடு வரும்போது 2 வடை அழுகுருவா இல்லை சாப்பிட்டு வந்தேன். இன்னைக்கு சாப்பிடவே இல்லை. மாடு இப்போ ஜெயிச்சது எங்களுக்கு அவ்வளோ சந்தோஷமா இருந்துச்சு. ഒരു ദിവസം ഒരു മാടിനെ പോറ്റാൻ 1000 രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും. 3 മാടുകളുടെ മാസച്ചെലവ് കണ്ടെത്താൻ കൂലിപ്പണിക്ക് പോകും. സഹായത്തിന് സഹോദരൻ സേതുപതിയും പിന്നെ നാട്ടുകാരും. அது வந்து ரொம்ப கஷ்டப்பட்டுச்சு. அதெல்லாம் எல்லாம் பார்க்கணும். எல்லாருமே வந்து கஷ்டம் வந்து அதுக்காக வந்து எதுவுமே வந்து ஜல்லிக்கட்டு கலையை வந்து யாருமே பெருமைக்கு வளர்க்கலை. ஆனால் சம்சாரின்றது நான் என்ன போல ரொம்ப கஷ்டத்தில் தான் எல்லாருமே ஜல்லிக்கட்டு வச்சு வளர்த்துருக்காங்க. ஒரு சில பேர் வந்து பணத்துக்காக ஜல்லிக்கட்டு வச்சு வளர்க்குறாங்க. அது வந்து உலகம் ஏற்றுக்கிறாரு. ജല്ലിക്കെട്ട് കാളകളെ പരിപാലിക്കാൻ സാമ്പത്തികം മാത്രം പോരാ, അപാരമായ ധൈര്യവും വേണം. മെരുങ്ങുന്ന ഇനമല്ല ജല്ലിക്കെട്ട് മാടുകൾ. മുന്നിൽ വരുന്നവരെ തൂക്കിത്തട്ടി എറിഞ്ഞാണ് ശീലം. എന്നാൽ വടിവാസലിലെ പോരാളികളെക്കാൾ കരുത്തോടെ സെൽവറാണി ഈ കാളക്കുറ്റന്മാരുമായി ജല്ലിക്കെട്ടിന് പോകുന്നു. ജീവിതമെന്നാൽ കാളയെ വിറ്റ് വീട് വെച്ച് ഉണ്ടുറങ്ങുകയല്ല ഇവരുടെ ലക്ഷ്യം. ജീവനുള്ള കാലം ജല്ലിക്കെട്ട് പെരുമയിൽ കാളകളുമായി ഒരു പോരാളിയായി കഴിയണം. മധുരയിൽ നിന്നും ക്യാമറമാൻ പ്രേമിനൊപ്പം മാർഷൽ വി സെബാസ്റ്റ്യൻ, മാതൃഭൂമി ന്യൂസ്. മാർഷൽ വി സെബാസ്റ്റ്യൻ ഉണ്ട് നമുക്കിപ്പം. മാർഷൽ, നമ്മൾ ഈ പറയുന്ന വളരെ അഭിമാനം തോന്നുന്നു സെൽവറാണിയുടെ ഈ ജീവിതം കാണുമ്പോൾ, സെൽവറാണിയുടെ വാക്കുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഭയങ്കര കോരിത്തിരക്കുകയാണ്. ഇത്തരത്തിലൊരു കരുത്തയായ സ്ത്രീ, അല്ലെങ്കിൽ ഈ ജല്ലിക്കെട്ട് എന്നൊക്കെ പറയുമ്പം ഒരു നമുക്ക് ഇങ്ങനെ ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു ജല്ലിക്കെട്ടിന് പുറകിലൊരു സ്ത്രീ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ സെൽവറാണി വളരെ ഒരു അഭിമാനം തന്നെയാണ്. അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സേതു, ജല്ലിക്കെട്ട് അതായത് തമിഴ്നാടിൻ്റെ കായിക സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജല്ലിക്കെട്ട്. ആ ജല്ലിക്കെട്ടിലേക്ക്, പുരുഷാധിപത്യം നിറഞ്ഞിരിക്കുന്ന ജല്ലിക്കെട്ടിലേക്ക് ഒരു സ്ത്രീ എത്തുന്നു എന്നുള്ളതാണ് സെൽവറാണിയുടെ പ്രത്യേകത. അതായത് 2.5 പതിറ്റാണ്ട് മുമ്പാണ് ആദ്യമായി ജല്ലിക്കെട്ട് വേദിയിലേക്ക് സെൽവറാണി എത്തുന്നത്. അന്നു മുതൽ ഇന്ന് വരെ തമിഴ്നാടിൻ്റെ ജല്ലിക്കെട്ട് ചരിത്രത്തിൽ സെൽവറാണിയുടെ കാളക്കുറ്റന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ സ്ത്രീകൾ പൊതുവെ വരാൻ മടിക്കുന്ന ഈ കാളക്കുറ്റനും ജല്ലിക്കെട്ടുമൊക്കെ സെൽവറാണിക്ക് എങ്ങനെ സാധ്യമായി എന്ന് ചോദിച്ചാൽ അവരുടെ അർപ്പിതമായിട്ടുള്ള ഇതിനുവേണ്ടിയുള്ള ജീവിതമാണ്. ഈ സ്ത്രീ വിവാഹം കഴിച്ചിട്ടില്ല, കുടുംബമില്ല, ഒരാങ്ങളെ മാത്രമാണ് സഹായിക്കാനുള്ളത്. കൃഷിയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല. 50 സെന്റ് സ്ഥലത്തിനകത്ത്, അതായത് മധുരയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ അപ്പം മാറി മേലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് ഇവരുള്ളത്. ബുൾറാണി എന്നുകൂടി ഇവർക്ക് പേർ വന്നിരിക്കുന്നു. കാരണം ഈ 3 കാളക്കൂറ്റന്മാരെ ജല്ലിക്കെട്ടിന് ഇറക്കിയതിലൂടെയാണ്. ഈ കാളകൾക്കൊക്കെ ലക്ഷങ്ങൾ വില വിധിക്കുന്ന കാളകളാണ്. എന്നാൽ ഇവർ കഴിയുന്നതാകട്ടെ ഈ കാളയ്ക്കൊപ്പം ഈ തൊഴുത്തിൽ തന്നെയാണ്. എൻ്റെ ഒരു ചോദ്യമുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കാളയെ വിറ്റിട്ട് നിങ്ങൾക്ക് ജീവിച്ചുകൂടെ? 4 ലക്ഷം രൂപ മതി അവിടെ ഒരു വീട് നന്നായി വെക്കാൻ, ആ വീട് വെച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ സെൽവറാണി എന്നോട് തിരിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട്. കേരളാവിൽ നിന്ന് വന്ന് എന്നെ തിരിഞ്ഞത് എൻ മാട്ടുക്ക് പെരുമേ, ആ മാടിൻ്റെ പെരുമ കൊണ്ട് മാത്രമല്ലേ നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് എന്നുള്ളത്. അതാണ് സെൽവറാണി. അങ്ങനെ ജീവിതം ഉണ്ടുറങ്ങി തീർക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വ്യത്യസ്തമായ ജീവിത രീതികൾ കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഈ വടിവാസൽ എന്ന് പറയും. അതായത് ജല്ലിക്കെട്ടിലെ കാള ഇറങ്ങി വരുന്ന സ്ഥലമാണ് വടിവാസൽ. ആ വടിവാസലിൽ നിന്ന് ഇറങ്ങി വിശാലമായിട്ടുള്ള പോർക്കളത്തിലേക്ക് ജല്ലിക്കെട്ട് കാള ഇറങ്ങുന്ന പോലെ വിശാലമായ ഒരു ചിന്താഗതിയിൽ ഇപ്പോഴും സെൽവറാണി